വിശദമായി നോക്കാം. ആലപ്പുഴയിൽ 1.5 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ. ആലപ്പുഴ അർത്തുങ്കലിൽ നിന്നാണ് അമ്മ ദീപയെയും സുഹൃത്ത് കൃഷ്ണകുമാറിനെയും കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ ബാലനീതി നിയമം അടക്കം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. 1.5 വയസ്സുകാരനായ കൃഷ്ണജിത്തിന് അമ്മ ദീപയിൽ നിന്നും ആൺ സുഹൃത്ത് കൃഷ്ണകുമാറിൽ നിന്നുമാണ് ക്രൂരമർദ്ദനം ഏറ്റത്. കുട്ടിയുടെ ശരീരത്തിൽ ചൂരലുകൊണ്ട് അടിയേറ്റ നിരവധി പഴക്കം ചെന്ന പാടുകളുണ്ട്. കൈയുടെ എല്ലിന് പൊട്ടലേറ്റ അവസ്ഥയിൽ അവശനായ കുഞ്ഞിനെ കൃഷ്ണകുമാറും ദീപയും ചേർന്ന് കുട്ടിജുവിന്റെ സഹോദരന്റെ കുത്തിയതോടുള്ള വീട്ടിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്രൂരമർദ്ദനത്തിന്റെ വിവരം പുറത്തുവന്നത്. കുട്ടി ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 11:30 അർത്തുങ്കൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ദീപയെയും കൃഷ്ണകുമാറിനെയും അർത്തുങ്കൽ പോലീസ് പിടികൂടിയത്. ഇരുവരും അർത്തുങ്കലിലുണ്ടെന്ന് കുത്തിയതോട് പോലീസിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത അർത്തുങ്കൽ പോലീസ് പിന്നീട് കുത്തിയതോട് പോലീസിന് കൈമാറി. IPC 324, 326, ജുവനൈൽ ജസ്റ്റിസ് 75 ആക്ട് പ്രകാരമാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഡോക്ടർമാരുടെ പരിശോധനയിൽ കുട്ടിക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഉൾപ്പെടെ 2 വിദ്യാർത്ഥികളെ SI ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. മരട് SI സെബാസ്റ്റിനെതിരെയാണ് ആരോപണം. കഞ്ചാവ് ഉണ്ടോ എന്ന് ചോദിച്ചാണ് 16ഉം 22ഉം വയസ്സുള്ള സഹോദരങ്ങളെ മർദ്ദിച്ചത്. മർദ്ദിച്ച് അവശരാക്കിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും കുടുംബം പറയുന്നു. സംഭവത്തിൽ DGPക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, എന്തായാലും 2 കുട്ടികൾക്കെതിരെയാണ് 16ഉം 22ഉം വയസ്സുള്ള സഹോദരങ്ങൾക്ക് നേരെയാണ് ഇവിടെ പോലീസിന്റെ മർദ്ദനമുണ്ടായിരിക്കുന്നത്. എന്തായാലും കയ്യിൽ കഞ്ചാവ് ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് മർദ്ദിച്ചത്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. മരട് SI സെബാസ്റ്റിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കഞ്ചാവ് ഉണ്ടോ എന്ന് ചോദിച്ച് ഇവരെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിച്ച് അവശരാക്കിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ DGPക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകും. എന്തായാലും വളരെ ഗൗരവകരമായ വാർത്തയാണ്. പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് എതിരെ കൂടിയാണ് മർദ്ദനമുണ്ടായിരിക്കുന്നത്. കഞ്ചാവ് കൈവശം വെച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നത്. എന്തായാലും കുടുംബം നിയമപരമായി മുന്നോട്ട് പോകാനും മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകാനുമാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് മറ്റൊരു വാർത്ത നമുക്ക് പരിശോധിക്കാം. ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയിൽ വീണ്ടും കയ്യേറ്റമുണ്ടായിരിക്കുന്നു. പുഴ പുറംപോക്ക് വെട്ടിത്തെളിച്ച് കയ്യേറിയിരിക്കുകയാണ്. പുഴയോരത്ത് നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചുമാറ്റി. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് കയ്യേറ്റ നടപടികൾ നിർത്തിവെച്ചു. വിവരങ്ങൾ പ്രിൻസ് ജെയിംസ് നൽകും. പ്രിൻസ്, പുഴ കയ്യേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ആരാണ് ഇതിന് പിന്നിൽ? അങ്ങനെയുള്ള വ്യക്തതകളുണ്ടോ? രഞ്ജിനി, പൂപ്പാറ ടൗണിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം നടത്തിയിരിക്കുന്നത്. പുഴയിൽ നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ പഞ്ചായത്ത് അധികൃതർ ഇത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തെക്കേക്കര ഗൗരി എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിലൊരു കയ്യേറ്റം നടത്തിയതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്തൊരു ഏലം കാടവും ട്രയർ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇവർ. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. പുഴയുടെ മധ്യഭാഗത്തായുള്ള പുഴയുടെ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നും ആ മണ്ണ് നീക്കം ചെയ്ത് മണ്ണ് വെട്ടിമാറ്റുകയും ഒപ്പം ഇവിടെ നിന്ന് വലിയ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി ഈ മരം വെട്ടിക്കിടത്താനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. മുൻപും നിരവധി കയ്യേറ്റങ്ങൾ ഈ പൂപ്പാറ ടൗണോട് ചേർന്ന് പന്നിയാർ പുഴയിൽ നിരവധി കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 40 പേർക്കെതിരെ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ പല നോട്ടീസുകൾ ലഭിച്ചിട്ടും പലരും നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചും വീണ്ടും കയ്യേറ്റം തുടരുകയും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെ. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, പ്രിൻസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഉൾപ്പെടെ 2 വിദ്യാർത്ഥികളെ SI ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മരട് SI സെബാസ്റ്റിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കഞ്ചാവ് ഉണ്ടോ എന്ന് ചോദിച്ചാണ് 16ഉം 22ഉം വയസ്സുള്ള സഹോദരങ്ങളെ മർദ്ദിച്ചത്. മർദ്ദിച്ച് അവശരാക്കിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും കുടുംബം പറയുന്നു. സംഭവത്തിൽ DGPക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകും. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നമ്മി എന്തായാലും 2 വിദ്യാർത്ഥികൾക്ക് നേരെ മർദ്ദനമുണ്ടാകുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും. അതിലൊരാൾ പ്രായപൂർത്തിയാകാത്തതാണ് എന്നതും ഏറ്റവും ശ്രദ്ധേയമാകുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസിന്റെ ന്യായീകരണം എങ്ങനെ? ഇത്
ഇന്നലെ വൈകുന്നേരം 9:30 കൂടിയായിരുന്നു സംഭവം. 16ഉം 22ഉം വയസ്സുള്ള സഹോദരങ്ങൾ അവരുടെ അമ്മ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് ഉദയംപേരൂരിലുള്ള വീട്ടിലേക്ക് പോകും വഴിയാണ് രണ്ടാമത്തെ സഹോദരന്റെ ഫോൺ എടുത്തില്ല എന്നുള്ളൊരു കാര്യം ഇവർ ഓർത്തത്. ആ സമയത്ത് ഇവർ വഴിയരികിൽ വണ്ടി നിർത്തിയിരുന്നു. എന്നിട്ട് തിരിച്ച് അമ്മ വീട്ടിലേക്ക് പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പോലീസ് ജീപ്പ് ആ വശത്തുകൂടി വന്നത്. ഉടൻ തന്നെ ഇവരെ പോലീസ് ഇറങ്ങി ഇവരോട് കാര്യം അന്വേഷിച്ചു. അപ്പൊ ഇവർ കാര്യം പറയുകയും ചെയ്തു. പക്ഷേ ഇവരുടെ കയ്യില് ഹെൽമറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോലീസ് പരിശോധന നടത്തി. മദ്യപിച്ചിട്ടില്ല എന്ന് അറിഞ്ഞു. ഉടൻ തന്നെ ഈ മൂത്ത സഹോദരന്റെ പോക്കറ്റിൽ കൈയിട്ടു. കഞ്ചാവ് ഉണ്ടോടാ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പോക്കറ്റിൽ കൈയിട്ടത്. ആ സമയം ഇളയ സഹോദരൻ പോലീസിനോട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇതാണ് പോലീസിന് പ്രകോപനമായത്. ഉടൻ തന്നെ SI സെബാസ്റ്റ്യൻ പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങി വന്ന ഇളയ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. ഒപ്പം തെറിയഭിഷേകം നടത്തുകയും ചെയ്തു. അതിനുശേഷം നിന്നെ കൊല്ലുമട എന്ന് പറഞ്ഞാണ് രണ്ടുപേരെയും ഇവരെ 2 സഹോദരങ്ങളെയും അതിക്രൂരമായി മർദ്ദിച്ച ശേഷം പോലീസ് ജീപ്പിലേക്ക് വലിച്ചിട്ടത്. ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കുട്ടികൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു തങ്ങൾ തെറ്റുകാരല്ല, തങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കണം, ഫോൺ തരൂ എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും ഇവർ ഫോൺ നൽകാനൊന്നും തയ്യാറായില്ല. ആ സമയത്ത് ആ കുട്ടിയുടെ ഫോണിൽ തന്നെ മാതാപിതാക്കൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് അറ്റൻഡ് ചെയ്യാൻ പോലും മരട് SI അനുവദിച്ചില്ല. അതിനുശേഷമാണ് ഈ കുട്ടികളുടെ കാര്യം മാതാപിതാക്കളെ വിളിച്ചറിയിച്ചത്. കുട്ടികളുടെ അച്ഛൻ പൊതുപ്രവർത്തകൻ, കോൺഗ്രസിന്റെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം അന്വേഷിക്കുമ്പോൾ പോലീസിനോട് അപമര്യാദയായി കുട്ടികൾ പെരുമാറി എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ മറുപടി. പിന്നീട് ഈ 16 വയസ്സുള്ള കുട്ടിയാണ്, അവൻ പ്രായപൂർത്തിയായില്ല, അവന് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തരുത് എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസിന് പെട്ടെന്ന് അവർ പരിഭ്രാന്തരാവുകയും ഉടൻ തന്നെ ഈ കേസ് ഇനി ഞങ്ങൾക്കെതിരെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു ഭീഷണി ഇവർക്ക് നേരെ ഉയർത്തിയത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് അവശരായ ശേഷം ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തിയിട്ടും പോലീസ് ഭീഷണിപ്പെടുത്തി. ഡോക്ടറിനോട് പരിശോധിക്കാൻ കയറുന്നതിന് മുൻപ് തന്നെ ഇവരോട് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കൊല്ലും, നാളെ നിങ്ങൾ ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു ഭീഷണി ഈ കുട്ടികൾക്ക് നേരെ ഉയർത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവരെ ആശുപത്രിയിൽ നിന്നും തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവരെ വിട്ടത്. ഉടൻ തന്നെ ഇവർ തൃപ്പൂണിത്തുറയിലുള്ള ആശുപത്രിയിൽ വന്ന് തുടർ ചികിത്സയ്ക്കായി ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. എന്തായാലും മുഖ്യമന്ത്രിക്കും BJPക്കും ഉൾപ്പെടെ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. നവമിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നവമിയെ തുടരുക. എന്തായാലും നവമി ആ കുട്ടികളുമായി സംസാരിച്ചെന്ന് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. താമരശ്ശേരി റോട്ടിൽ കൂടി ഞങ്ങൾ വന്നെയായിരുന്നു, പേട്ടയിൽ വെച്ചായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നെയായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടിരിക്കണ വഴി എൻ്റെ അനിയൻ്റെ ഫോൺ വെച്ചെടുക്കാൻ മറന്നുപോയപ്പോൾ അവൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ എതിരെ പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായില്ല പോലീസാണെന്ന്. അപ്പോൾ പോലീസ് അവരെ കണ്ട് തിരിക്കണമെന്ന് വിചാരിച്ച് അവർ നിർത്തിച്ച്. അപ്പോൾ ഇറങ്ങി വന്ന് എന്താ എവിടെ പോകണമെന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ആദ്യം ചേട്ടൻ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പോയിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ SI എന്നെ വിളിപ്പിച്ച്. ഞാനപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞ് ഇന്ന അമ്മ വീട്ടിൽ പോയിട്ട് തന്നെയാണ്, ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴേക്കും ഫോൺ അവിടെ വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചേട്ടനാ ബാക്കിയുള്ള പോലീസുകാർ പിടിച്ച് വെച്ച് എന്താണ്ടൊക്കെ പറയണ കേട്ടോ. അപ്പോൾ ഈ പുള്ളി SI ഇറങ്ങി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി ചെന്ന് എന്താണ്ടൊക്കെ പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പിടിച്ചൊരടി കൊടുത്ത്. അപ്പം ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ ഒപ്പമുള്ളവർ എന്നെയും പിടിച്ച് കയറി. ഞാൻ അവരോട് പറഞ്ഞ് സാറേ വീട്ടിൽ വിളിച്ച് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ചേട്ടൻ്റെ തട്ടിപ്പറിച്ച് മേടിച്ച് തന്നിട്ട് ചേട്ടനെ കൊണ്ട് ജീപ്പി കയറുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഓടി SIയുടെ അടുത്ത് ജീപ്പിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും പുള്ളിനെ ചെന്ന് ഒന്നും കൂടി പിടിച്ച് സാറെന്താണെന്ന് ചോദിച്ച് പറഞ്ഞ് എന്നെ ഉന്തിയിട്ടൊരടി വന്ന്. എൻ്റെ ഹെൽമെറ്റും ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് കയ്യിൽ നിന്ന് തെറിച്ച് പോയി അടി കിട്ടി. എന്നിട്ട് എൻ്റെ ഷർട്ടിൽ കയറി പിടിച്ച് വലിച്ച് മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞ് തെറി പറഞ്ഞിട്ട് ജീപ്പി കയറ്റിയിട്ട് ഒരു 2-3 ഇടിയും തന്ന് ചവിട്ടും കാലിയിട്ട് വെച്ച് തന്ന്. എന്നിട്ട് തെറി പറഞ്ഞ് ജീപ്പ് അടച്ചു. എന്നിട്ട് ജീപ്പി കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തെറി പറഞ്ഞ് ഞാൻ മരട് SI ആടാ നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ മരട് SI ആടാ നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് നിങ്ങളെ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ എപ്പോഴാണ് എത്തിച്ചത്? അവിടുന്ന് അപ്പം തന്നെ
അപ്പം തന്നെ എത്തിച്ച്. എന്നിട്ട് അപ്പം ഞങ്ങളുടെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പറ്റൂലെന്ന് പറഞ്ഞു. വണ്ടിയൊക്കെ അവിടെ വെച്ചേക്കണേന്ന്, എല്ലാം അവിടെ റോട്ടിൽ കിടക്കണേന്ന്. അവരോട് എന്നിട്ടും ചെന്ന് കാര്യം പറഞ്ഞ് വീട്ടിൽ വിളിക്കാൻ കാര്യം പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പോയിട്ട് തന്നെയാണ്, ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നുമില്ല. എന്നിട്ട് അവർ കേൾക്കാനുള്ള അവർ കുറേ കഴിഞ്ഞ് അച്ഛനെ വിളിച്ച് തന്നെ ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും കുറേ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് വിളിച്ച് അച്ഛൻ വന്ന് കഴിഞ്ഞ് അവരോട് പറഞ്ഞിട്ടും എന്നിട്ടും പുള്ളി ഇതാക്കാനുള്ള. എന്നിട്ട് നിങ്ങളെ ആശുപത്രിയിലേക്ക് അവർ തന്നെയാണോ? അവർ തന്നെ ഉണ്ടായി. ആദ്യം അവർ കൊണ്ടുപോകണ വഴിക്ക് അവർ മര്യാദക്ക് പറഞ്ഞ് അനിയന്മാരെ പോലെയാണ്, അപ്പം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ തെറ്റിദ്ധരിച്ചെന്താണ്ട് നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് അവസാനം പറഞ്ഞ് മാറ്റി പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് പരാതിയൊന്നും പറയരുത്, മര്യാദക്കുള്ള രീതിയിൽ തന്നെ പറയണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഒരു സ്വഭാവം മാറ്റി ശരിക്കും റഫായിട്ട് തന്നെ പറഞ്ഞ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ജി പി കയറിയിട്ട് എൻ്റെ അടുത്ത് എന്താണ്ടൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, തിരിച്ചൊന്നും മിണ്ടാനൊന്നും പോയില്ല, മിണ്ടാണ്ടിരുന്നത്. എന്നിട്ട് ചേട്ടനായിട്ട് വന്ന് തിരിച്ചവിടെ ചെന്ന് എന്നിട്ട് അതും കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് 1 മണി 1:30 എന്താണ്ട് കഴിഞ്ഞ് തിരിച്ചവിടെ നിന്ന് ഹോസ്പിറ്റലിൽ രണ്ടാമത്തെ ഇതിനായിട്ട് പോകണത്. ഇടപെടലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ഒരു നല്ല രീതിയിലുള്ള ഇടപെടലല്ലായിരുന്നു, വളരെ മോശമായിട്ടുള്ള ഇടപെടലായിരുന്നു. ഞാനത് വിവരം അറിഞ്ഞ അവിടെ ചെല്ലുമ്പോൾ രസീത ഇല്ലായിരുന്നു, അദ്ദേഹം വെളിയിലായിരുന്നു പറഞ്ഞു. അപ്പം അവിടെ ഒരു പോലീസ്, ദിനേശൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഉണ്ടായിരുന്നു. ആ പോലീസ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംഭവിച്ചു, എന്തായാലും പിള്ളേർ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പം തന്നെ വിട്ട് രസീം വന്നോട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അദ്ദേഹം വന്നു കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ കൊണ്ടു നടക്കണം, അതാണെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പിള്ളേർക്ക് എന്തൊരു ദോഷം ഉള്ള പോലെയാണ് പറയണത്. അത് എസ്.ഐയുടെ ഭാഗത്ത് വളരെ മോശമായിട്ട് തന്നെ രക്ഷാകർത്താവെന്നുള്ളതൊക്കെ എന്നോട് പുള്ളിയുടെ പ്രതികരണം വളരെ മോശമായിട്ടുള്ള പ്രതികരണമായിരുന്നു. അതിനുശേഷം ഇവരെന്താ കാര്യം പറയുന്നത്? കുട്ടികളെ എന്തുകൊണ്ടാണ് പിടിച്ച് അല്ലെങ്കിൽ മർദ്ദിച്ചതെന്നതിന് കാരണം എന്താ അവർ പറയുന്നത്? ഒന്നും പറഞ്ഞില്ല. പോലീസിനോടുള്ള സമീപനം മോശമായിരുന്നു എന്നോട് എസ്.ഐ പറഞ്ഞത്. ചീത്ത വിളിച്ചു, ഇതാണെന്നൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തെ അതൊന്നും പുള്ളി പറയുന്നില്ല. പോലീസിനുള്ള സമീപനം മോശമായിരുന്നു പറഞ്ഞ് പെറ്റി കേസ് എടുത്തേക്കുന്നത് തന്നെ അതാണ്, പോലീസിനോട് മോശമായ ഇതെന്ന് പറഞ്ഞാണ് പെറ്റി കേസ് എടുത്തത്. അത് 1:30 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പോരണത്. 10:39 എന്നെ വിളിച്ചു പറഞ്ഞ് 2 മണിക്കൂറിന് മേലെ ഈ പിള്ളേരെ കൊണ്ട് അവിടെ നിന്ന് വന്നിട്ട് വിട്ടില്ല. ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് പറയുകയും കൂടി ചെയ്തു. എന്നിട്ട് പോലും എന്നോട് പറഞ്ഞു. എന്നെ അറിയുന്ന ആളുകളാണ് മുഴുവൻ, ബാക്കി ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും, എസ്.ഐ ഒഴിയെ ബാക്കി എല്ലാവർക്കും അറിയാവുന്ന ആളുകളായിരുന്നു. യെസ്, വിദ്യാർത്ഥികളുടെ പിതാവിന്റെയും പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രത്യേകിച്ച് പ്രകോപനപരമായ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പെറ്റി കേസായാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന കാരണം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നതെന്നും ഇപ്പോൾ അവർ ചൂണ്ടിക്കാട്ടുകയാണ്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഇതിലിപ്പോൾ മർദ്ദനം മാത്രമല്ല കൊല്ലുമെന്നുള്ള ഭീഷണിയുണ്ട്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണോ കുടുംബത്തിന്റെ ഒരു ആലോചന? പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ന്യായീകരണം വരുന്നുണ്ടോ? കാരണവും കൂടാതെയാണ് ഈ റോഡിൽ പിടിച്ചു നിർത്തി ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രവൃത്തി ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അത് പിന്നീട് ഇവർ തൃക്കാക്കര ആശുപത്രിയിലെ തൃപ്പൂണിത്തുറ ആശുപത്രിയിലെ വിദഗ്ധമായിട്ടുള്ള ചികിത്സയിൽ പോലീസിന് അത് ആശുപത്രി അധികൃതർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ഇപ്പോൾ അവിടെ ചികിത്സയിലാണ്. അതിക്രൂരമായി തന്നെയാണ് മർദ്ദിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും കുട്ടികൾക്ക് ഏൽച്ച മർദ്ദനം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. യാതൊരുവിധ ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ മാതാപിതാക്കൾ പറയുന്നത്. ഇതിൽ അച്ഛന് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു ദുരനുഭവമാണ് ഉണ്ടായത്. കുട്ടികളെ എന്തിനാണ് ഇങ്ങനെ വളർത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ആ അച്ഛനോട് ചോദിച്ചത്. കുട്ടികളെ കണ്ടാൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് തോന്നുമെന്നുള്ളൊരു പരാമർശം കൂടി ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും മാതാപിതാക്കൾക്ക് വളരെയധികം വിഷമവും ഒപ്പം തന്നെ പ്രതിഷേധവും കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ കൂടും ഈ എസ്.ഐയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി, മോശമായുള്ള ഒരു അനുഭവമാണ് ഈ കുട്ടികൾക്കൂടെ അച്ഛനും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. യെസ്, നവമിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. 16ഉം 22ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയാണ് പോലീസിന്റെ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തയാളാണ്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെയും വിദ്യാർത്ഥികളുടെയും തീരുമാനം. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
റൂഫിംഗ് ഷീറ്റ് വാങ്ങുമ്പോൾ എത്തുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് കടന്നുപോകുന്നത്. കാരണം 2024 പുതുവത്സര ദിനത്തിൽ ആണ് രാജ്യം ഇത്തരത്തിൽ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്നത്. ഇതിനു മുമ്പ് നാസ മാത്രമാണ് ഇത്തരത്തിലൊരു ദൗത്യം നടത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2021 ആണ് നാസ ഇത്തരത്തിൽ ഒരു എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. അതിനുശേഷം ഇപ്പോഴിതാ ഇന്ത്യ പ്രത്യേകിച്ച് ചന്ദ്ര ദൗത്യത്തിനും അതോടൊപ്പം തന്നെ സൗര ദൗത്യത്തിനും ശേഷം തമോ ഗർത്തങ്ങളിലേക്ക് ബഹിരാകാശത്ത് തമോ ഗർത്തങ്ങളെ സംബന്ധിച്ച കൂടുതൽ പഠനത്തിന് വേണ്ടിയുള്ള വിക്ഷേപണം ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 640 കിലോമീറ്ററിന് മുകളിൽ ഉള്ള ഭ്രമണപഥത്തിലേക്ക് ആണ് ഈ ഉപഗ്രഹങ്ങളെ എത്തിക്കേണ്ടത്. 10 ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള PSLVയുടെ C-58 റോക്കറ്റ് ആണ് ഇപ്പോൾ ഭ്രമണപഥത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ISROയിലെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ദൗത്യത്തെ നോക്കിക്കാണുന്നത്. കാരണം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ദൗത്യങ്ങളിൽ ഏറ്റവും വിശ്വസനീയമായ ഇന്ത്യയുടെ റോക്കറ്റ് ആണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന PSLV. 1993 ആണ് PSLVയുടെ ആദ്യ ദൗത്യം, സെപ്റ്റംബർ മാസത്തിൽ ആണ് ആദ്യ ദൗത്യം നടന്നത്. അന്ന് അത് പരാജയപ്പെട്ടിരുന്നു. പിന്നീട് PSLV പരാജയത്തിന്റെ കൈപ്പറിഞ്ഞത് 2017 മാത്രമാണ്. 350ഓളം ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ള 3 പതിറ്റാണ്ട് നീണ്ട ISROയുടെ ചരിത്രത്തിലെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനം ആണ് PSLV. ഇപ്പോൾ PSLV വിക്ഷേപണം പൂർത്തിയായിരിക്കുകയാണ്. ഭ്രമണപഥത്തിലേക്ക് ഈ എക്സ്പോസാറ്റ് എന്ന ഉപഗ്രഹത്തെ അടക്കം എത്തിക്കാൻ സാധിക്കും എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ISRO ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇത്തരം വിക്ഷേപണങ്ങൾക്ക് എല്ലാം നേരിട്ട് സാക്ഷിയാകുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്താറുണ്ട്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്നാണ് കൃത്യം 9:10 തന്നെ നേരത്തെ കൗണ്ട് ഡൗൺ ആരംഭിച്ചത്. ഇന്നലെ രാവിലെ 8:10 25 മണിക്കൂർ നീണ്ട സുദീർഘമായ ഒരു കൗണ്ട് ഡൗൺ പ്രക്രിയയായിരുന്നു. അതിൽ ഒരു ഘട്ടത്തിൽ പോലും പിഴവുകൾ സംഭവിച്ചില്ല. ഓപ്പറേഷണൽ ടൈം മൂന്നാറിൽ വിനോദസഞ്ചാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈക്കം സ്വദേശി സനീഷാണ് മരിച്ചത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. പഴയ മൂന്നാറിലെ സ്വകാര്യ ഹോട്ടലിലാണ് സംഭവം. മൂന്നാർ ചുറ്റിവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അന്യസംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ചു. 12 വയസ്സുകാരിയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് പീഡിപ്പിച്ചത്. 3 ദിവസം മുൻപ് വീട്ടിൽ ആരുമില്ലാത്ത നേരത്താണ് കുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് ശരീരവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. കൃത്യത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതി സേലനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ 4 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കേണ്ട ജലജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായതായി ആരോപണം. ചക്കുവള്ളം, മണ്ടൻമേട്, കരുണാപുരം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ 6800-ലധികം കുടുംബങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ജലവിഭവ വകുപ്പിന്റെ പിടിപ്പുകേടാണ് പദ്ധതി മരവിപ്പിക്കുവാൻ കാരണമെന്നാണ് ആക്ഷേപം. 2022 ഒക്ടോബർ 7 പദ്ധതി ആരംഭിച്ചത്. കേരള വാട്ടർ അതോറിറ്റി നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പദ്ധതിയിൽ 6866 ഹൗസ് കണക്ഷനുകളാണ് ഉള്ളത്. കേന്ദ്ര വിഹിതമായി 3159.225 ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതമായി 1053.075 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ബൃഹത്തായ പദ്ധതി നടപ്പാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്. തേക്കടി റിസർവോയറിൽ നിന്നും ശേഖരിക്കുന്ന ജലം കുമളി 1ാം മൈലിലെ പ്രധാന ജലസംഭരണിയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്നും വിവിധ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുവാനായിരുന്നു നീക്കം. ഈ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ചില പഞ്ചായത്തുകളിൽ ആരംഭിച്ചിട്ടില്ലെന്നാണ് വരുന്ന ആക്ഷേപം. ഇടുക്കി ജില്ലയിൽ വലിയ കാലതാമസമാണ് ഈ പദ്ധതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം പരാതികളുമായി മുമ്പോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വണ്ടമേട് പഞ്ചായത്തിലും പാമ്പാടുംപാറ പഞ്ചായത്തിലും വലിയ കാലതാമസം വന്നു എങ്കിൽ പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നടപടികളുമായി കേരള വാട്ടർ അതോറിറ്റി മുമ്പോട്ട് പോകുന്നില്ല. 2024 ഫെബ്രുവരിയിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ഇനിയും പദ്ധതി പൂർത്തീകരിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് 18 ഇടുക്കി. സ്കൂൾ കിണറ്റിൽ പാമ്പുകളെ കണ്ടെത്തി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പാമ്പുകളെ നീക്കാത്തതിൽ പ്രതിഷേധം. രക്ഷിതാക്കളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പാറശാല കൊടവിളാകം LP സ്കൂളിലെ കിണറ്റിലാണ് പാമ്പുകളെ കണ്ടെത്തിയത്.
മലപ്പുറം വാണിയമ്പലത്തെ യാത്രക്കാരനെ ട്രെയിൻ തട്ടി. ഇന്നലെ വൈകുന്നേരം 3:25ഓടെയാണ് അപകടമുണ്ടായത്. പാളത്തിനരികിലൂടെ നടന്നു പോവുകയായിരുന്ന കാളികാവ് സ്വദേശി PM മാത്യു എന്ന യാത്രക്കാരനെയാണ് ട്രെയിൻ ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മാത്യുവിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണ റിപ്പോർട്ട്. പ്രതികൾക്ക് രക്ഷപ്പെടാൻ ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥർ സഹായം നൽകിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പ്രതികളുടെ വാഹനം അന്വേഷണ സംഘം പിന്തുടർന്ന വിവരമാണ് ചോർത്തി നൽകിയത്. കടക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പ്രതികൾക്ക് ചോർത്തി നൽകുകയായിരുന്നു. ഇയാൾക്കെതിരെ നടപടി വേണമെന്ന് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരുവല്ലം CI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഒളിവിൽ പോയ പ്രതികളെ തേടിയുള്ള അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കും. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 45 മീറ്റർ വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനുവരി 3 വരെ സംസ്ഥാനത്ത് മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ വകുപ്പിന്റെ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം. കൊച്ചി ഗോകുലം കൺവെൻഷനിൽ വെച്ച് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അഴിമതി കുറഞ്ഞാൽ പോരാ, ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 8 സേവനങ്ങളാകും തുടക്കത്തിൽ ജനങ്ങളിലേക്ക് എത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയറിയിറങ്ങി മടുക്കണ്ട. ഓഫീസുകളിൽ പോകാതെ തന്നെ സേവനങ്ങൾ ഇനി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന K-സ്മാർട്ട് ആപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം കോർപ്പറേഷനുകളിലും നഗരസഭയിലുമാണ് സേവനം ലഭിക്കുക. ഏപ്രിൽ 1 മുതൽ മുഴുവൻ പഞ്ചായത്തുകൾ കൂടി K-സ്മാർട്ട് ആപ്പിന്റെ പരിധിയിലേക്കെത്തും. അഴിമതി നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയ മുഖ്യമന്ത്രി K-സ്മാർട്ട് ജനങ്ങൾക്ക് ഒരു സുവർണ അവസരമാണെന്നും പറഞ്ഞു. ഓൺലൈനായി എല്ലാ സേവനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉള്ള എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നു. അതാണ് K-സ്മാർട്ട്. ആ പദ്ധതിക്ക് ഔപചാരികമായ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. K-സ്മാർട്ട് ആപ്പിലൂടെ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും പരാതികളുടെയും നിലവിലെ സ്ഥിതി വിവരങ്ങൾ അപേക്ഷകന് വാട്സ്ആപ്പ്, ഇമെയിൽ എന്നിവയിൽ കൂടി എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ്. തുടക്കത്തിൽ ജനനമരണ സർട്ടിഫിക്കറ്റ്, വിവാഹ രജിസ്ട്രേഷൻ, വ്യാപാര വ്യവസായ ലൈസൻസ്, വസ്തുനികുതി, യൂസർ മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഫിനാൻസ് മൊഡ്യൂൾ, കെട്ടിട നിർമ്മാണ അനുമതി, പൊതുജന പരാതി പരിഹാരം എന്നീ സേവനങ്ങളാകും ലഭിക്കുക. ഇൻഫർമേഷൻ കേരള മിഷനാണ് K-സ്മാർട്ട് ആപ്പ് വികസിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. കൊട്ടാരക്കര അമ്പലത്തംവിളയിൽ ഇരുചക്ര വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. അമ്പലത്തംവിള സ്വദേശി മാധവനാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. റോഡ് മുറിച്ചു കടക്കവേ മാധവനെ ബുള്ളറ്റ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ മാധവനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി 24 seconds. PS4 will operate for 247 seconds. Then the injection parameters will be achieved. Real time programs activated. -25 seconds.